എത്ര കൊണ്ടാലും മലയാളി പഠിക്കില്ലെന്നതാണ് അവസ്ഥ. തട്ടിപ്പിന്റെ പുതുരൂപങ്ങൾ പല പേരുകളിൽ മലയാളിയെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിന്റെ കഥ ഞെട്ടിപ്പിക്കുന്നതാണ്. $1630 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കുടുങ്ങിയത് 2 ലക്ഷത്തോളം പേർ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് പോലീസിന്റെ നിഗമനം. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നത്. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അനശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന പേരിലാണ് ആദ്യം നിക്ഷേപം സ്വീകരിച്ചത്. പിന്നീട് ക്രിപ്റ്റോ കറൻസി, OTT തുടങ്ങി വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു. ഉപഭോക്താക്കളുടേതായി 1,63,000 ഐഡികളാണ് ഹൈറിച്ചിനുള്ളത്. ഇതിൽ നിന്നാണ് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതെന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത്. കേവലം 800 രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഹൈറിച്ചിന്റെ വാഗ്ദാനം. മുടക്കുന്ന 800 രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും. പിന്നീട് 2 പേരെ ചേർക്കാം. ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും. ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ളയാൾക്ക് കമ്മീഷൻ ലഭിക്കും. റോയൽറ്റി, ക്യാഷ് റിവാർഡ്, ടൂർ പാക്കേജ്, ബൈക്ക്, കാർ ഫണ്ട്, വില്ല ഫണ്ട് തുടങ്ങി നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത്. നിലവിൽ 600ഓളം സൂപ്പർ മാർക്കറ്റുകളും 1.57 കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആക്ഷൻ OTT എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് OTT എന്ന പേരിൽ കമ്പനി OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. നിരവധി ചിത്രങ്ങൾ ഇതിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഹൈറിച്ചിന്റെ ചങ്ങലക്കണ്ണികൾ പടർന്നിട്ടുണ്ട്. എന്നാൽ OTTയിൽ 10,000 പേർ പോലും കണ്ടിരുന്നില്ല എന്നും കണക്കുകൾ വ്യാജമായി പെരുപ്പിച്ചു കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പുറമെ 126 കോടിയുടെ നികുതി വെട്ടിപ്പും ഹൈറിച്ച് നടത്തി. തൃശൂർ ആറാട്ടുപുഴ ഞെരുവശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഏകദേശം 730 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. OTT പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ സ്ഥാപനവും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിനെ മറയ്ക്കാൻ ഡിജിറ്റൽ സ്പേസ് ഉൽപ്പന്ന വിൽപ്പനകൾ നടത്തിയിരുന്നു. ഇതിലെ ഉൽപ്പന്ന വിൽപ്പനകൾക്ക് GST അടച്ചിട്ടില്ല എന്നതാണ് കുറ്റം. ഒരാൾ 2-3 പേരെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ആദ്യത്തെയാൾക്ക് പണം തിരിച്ചു കിട്ടുന്ന മണി ചെയിൻ രീതിയിലായിരുന്നു പിടിക്കപ്പെടുന്നത്. സംസ്ഥാന GSTയുടെ കാസർഗോഡ് ഇന്റലിജൻസ് വിഭാഗമാണ് ഇയാളെ പിടികൂടിയത്. സ്ഥാപനത്തിന്റെ ഓൺലൈൻ പരസ്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് നിർണായകമായത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ ജപ്തി ചെയ്ത് കലക്ടർ ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു. ബഡ്സ് ആക്ടിന് വിരുദ്ധമായി അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം നൽകാതെ വഞ്ചനാക്കുറ്റം ചെയ്തതിന്റെയും അടിസ്ഥാനത്തിലാണ് ജപ്തി. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുന്നതോടെ തട്ടിപ്പിന്റെ തോത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നീണ്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. രാജ്യമൊട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിലായി കോടികളുടെ വെട്ടിപ്പ് ശൃംഖലയാണ് ഹൈറിച്ച് വ്യാപിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ.